ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എഗെയിൻ. സോ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഒരു വളരെ സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡ് തുടങ്ങാം. നമ്മുടെ പഴയ ആർക്ക് പോയിട്ടുണ്ട്. സംഭവം എൻ്റെ ഗെയിം ക്രാഷ് ആയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നൈസായിട്ട് അത് കളഞ്ഞിട്ട് പിന്നെ വേറെ തുടങ്ങി. കാരണം ഈ ക്രാഷ് ആണോ കൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആയതൊട്ട് തുടങ്ങുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ. അപ്പോൾ ഞാൻ എന്തായാലും ആയതൊട്ട് തുടങ്ങാൻ വിചാരിച്ച്. പിന്നെ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, അതിനകത്ത് പറയുന്നത് റാഗ്നറോക്ക് മാപ്പ് കളിക്കാനാണ്. കാരണം ഐലാൻഡ് മാപ്പ് നമ്മൾ ഓൾറെഡി കളിച്ച് തീർത്താണ്. അപ്പോൾ പിന്നെ പുതിയ മാപ്പ് പഴയ തന്നെ കളിച്ചുകൊണ്ടിരുന്നതിനാൽ ആൾക്കാർക്കും അതൊരു ശോകമായിക്കുന്നു പറഞ്ഞു. അപ്പോൾ എനിക്കും അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് മുതൽ ഞാൻ നമ്മുടെ റാഗ്നറോക്ക് മാപ്പ് മാത്രമായി കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ മാപ്പുകൾ ട്രൈ ആക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതല്ലേ. പിന്നെ ഗൈസ്, വേറൊരു കാര്യം കൂടെ, നിങ്ങൾ തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്ന് ഓരോ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഓരോന്ന് പണി തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ പിക്കാക്സ് പണിയാം. അപ്പോൾ ക്രാഫ്റ്റ് 1 നമ്മൾ നമ്മുടെ പിക്കാക്സ് തന്നെ പണിതിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോർച്ച് പണിയാം. അതിന് ഫ്ലിൻറ്റ് വേണോ അല്ലേ? ഓക്കെ, അപ്പോൾ ടോർച്ച് ബാക്കി ഞാൻ ഒന്ന് ഡ്രോപ്പ് ആകട്ടെ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് കളയട്ടെ. അപ്പോൾ നമുക്കിനി ടോർച്ച് പണി നമ്മുടെ ഫ്ലിൻറ്റ് വേണം. അപ്പോൾ ഫ്ലിൻറ്റ് ഈ കല്ല് കുത്തിയാൽ നമുക്ക് ഫ്ലിൻറ്റ് കിട്ടും. ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഈ കല്ല് നമ്മളെ പറ്റിച്ച് കേട്ടോ. ഇതിൽ നിന്ന് കുത്തിക്കാൻ ഫ്ലിൻ്റ് ഒന്നും കിട്ടില്ല. ഫ്ലിൻറ്റ്, താച്ച്, വുഡ്, അത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഗൈസ്, ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് ലെവലപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് കൂട്ടാം. വെയിറ്റ് ആണ് ഇപ്പോൾ മസ്റ്റ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 200 വെയിറ്റ് ആക്കി. പിന്നെ ബാക്കി മൊത്തം നമ്മൾ ഹെൽത്തിലും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് നമ്മുടെ സ്റ്റോൺ ഹാച്ചറ്റ് പണിയണം. അപ്പോൾ ഓക്കെ, രണ്ടുണ്ടല്ലേ. സ്റ്റോൺ ഹാച്ച് നമ്മൾ പണിതു, നമ്മുടെ ടോർച്ച് നമ്മൾ പണിതു. ഈ രാത്രി ആയിക്കെ നമുക്ക് ടോർച്ച് വേണ്ടി വരും, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മുടെ സ്റ്റോൺ ഹാച്ചറ്റ് നമ്മൾ പണിതിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടോർച്ചും നമ്മളങ്ങനെ പണിതിട്ടുണ്ട്. നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ വലിയ സാധനത്തിലോട്ട് പോവാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ക്യാമ്പ് ഫയർ. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ അത് നമുക്ക് ക്യാമ്പ് ഫയർ പണിയണം. അപ്പോൾ അതിനുള്ള എല്ലാം ആയില്ല ഗൈസ്. നോക്കട്ടെ കേട്ടാ. ഇല്ല ഗൈസ്, നമുക്ക് ഒരു സ്റ്റോണൂടെ മതി. അപ്പോൾ ഒരു സ്റ്റോണും കൂടെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോൺ എടുക്കാം. ഗൈസ്, അതെന്ത് സാധനമോ? ഇത് നമ്മൾ കഴിഞ്ഞിട്ട് കണ്ടായിരുന്നു ഈ സാധനത്തിനാ? ഇല്ല തോന്നട്ടാ. ഇത് ഏതൊക്കെ ഡൈനോസാണ്, ഏതൊക്കെ ഡേഞ്ചർ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നേരത്തെ കഴിഞ്ഞതിനകത്ത് നമ്മൾ ചുമ്മാ പറഞ്ഞപ്പോൾ ഒരു കല്ലൊരു സാധനം പൊങ്ങി വന്നേക്കുന്ന എന്തൊക്കെ തരം ജീവികളാണ്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയർ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ഫുഡൊക്കെ കഴിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണ്ടേ. അപ്പോൾ നമുക്കൊരു ഗൈസ് അവിടെ ഡ്രോപ്പ് ഉണ്ടടാ. പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റില്ല മിക്കവാറും. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാട്ടാ. ചിലപ്പോൾ അത് എടുക്കാൻ പറ്റും, ചിലപ്പോൾ അത് എടുക്കാൻ പറ്റും. ഓ ഗൈസ്, ഇവിടെ ഡൈലോഫസോർസ് ഉണ്ട്. നമുക്ക് കുന്തം കുറച്ച് ഉണ്ടാക്കാം, എന്നിട്ട് അവനെ നമുക്ക് തീർക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുന്തം അൺലോക്ക് ചെയ്യാം. സ്പിയർ, ലെറ്റ്സ് ഗോ. അതിന് ഫൈബർ വേണോ അല്ലേടാ? ഓക്കെ, ഫൈബർ ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈബർ കുറച്ച് കളക്ട് ചെയ്തിട്ട് ഈ കുന്തുണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഡൈലോഫസോർസിനെ പിടിക്കാം. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ അവനെ ടൈം ആക്കിയാലാ? ടൈം ആക്കണ്ട. ഓ വരുന്നുണ്ട്. ഇതാ വരുന്ന ഇവൻ കണ്ണിലൊരു സാധനം തുപ്പും. അതാണ് ഈ ഡൈലോഫസോർസ് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. പക്ഷേ ഇവന്മാരെ പാക്കായിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഹണ്ടിങ്ങിനൊക്കെ ഇറങ്ങാൻ കേട്ടോ. സൂപ്പറാണ്. ഓക്കെ, അവന് ബുദ്ധിയില്ല, അവന് കറങ്ങി വരട്ടെ. നമുക്കിനി നമ്മുടെ കുന്തുണ്ടാക്കാം. കുന്തം എത്ര എണ്ണം പറ്റും? 2 രണ്ടെണ്ണമെങ്കിൽ 2 വരുന്നുണ്ട്. അത് ഇല്ല കേസ്, അവൻ പോയി. അതാ വരുന്ന ബുദ്ധി ഉണ്ട് ടർക്കനി. ഓക്കെ, നമ്മുടെ കുന്തം നമ്മളങ്ങനെ പണിതിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുന്തം വെച്ച് അവനെ കുത്തിയിടാം. അപ്പോൾ എടുത്ത് ഹോട്ട് ബാറിലിട്ടു. കുന്തം വെച്ചിട്ട് നമുക്കിങ്ങനെ കുത്തിയാക്കണം അവനെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി കുന്തം വെച്ച് അത് പോയാ അത് ഇപ്പുറത്തെ വഴി ഉണ്ടാവും. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ കുന്തം വെച്ചിട്ട് നമ്മുടെ ഇവനെ കുത്തിയിടാം. ദാ പോകുന്നതാ. ഓക്കെ, കുത്ര. അയ്യോ, തുപ്പല്ലേ. ഭാഗ്യം ഇത് കണ്ണിലിങ്ങനെ തുപ്പി സാധനം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ ഡൈലോഫസോറസ്. അയ്യോ, കുന്തുടിഞ്ഞു പോടാ. ഗൈസ്, നമ്മൾ മിക്കവാറും നമ്മളിപ്പോൾ സാവാൻ ചാൻസ് ഉണ്ട്. 50 ഹെൽത്ത്. ലെറ്റ്സ് ഗോ. അങ്ങനെ ഗൈസ്, നമ്മളെ ഡൈലോഫസോറസിനെ നമ്മൾ തീർത്തിട്ടുണ്ട്. നല്ല ചുമല സാധനം. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കാം ഇവിടെ. നമ്മുടെ ഹെൽത്ത് മൊത്തത്തിൽ പോയിട്ടാ. അത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഒരു ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമ്പ് ഫയർ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇനി നമ്മൾ കുറച്ച് വുഡ് ഇട്ട് കൊടുക്കുന്നു. വുഡില്ലല്ലേ? ഓക്കെ, തൽക്കാലം ഇപ്പോൾ താച്ചിട്ട് കൊടുക്കാം. പിന്നെ അവിടെ മീറ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നു നമ്മൾ ലൈറ്റ് ഫയർ. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ഇതിവിടെ കിടന്ന് കുക്കാവട്ടെ. നമുക്കിനി ആ ഡ്രോപ്പും എടുക്കാം. ഡ്രോപ്പിനകത്ത് മിക്കവാറും കിട്ടാൻ ചാൻസ് കുറവാണ്. നമുക്ക് പിന്നെ എടുക്കാം ഗൈസ്. നമുക്കപ്പോൾ നെക്സ്റ്റ് ആണ് അൺലോക്ക് ആക്കാം. അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സ് മൊത്തത്തിൽ അൺലോക്ക് ആക്കട്ടെ. നമ്മൾക്ക് ഓൾറെഡി കുറച്ച് ഹൈഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ വാട്ടർ സ്കിന്നും അൺലോക്ക് ആക്കിയിട്ടുണ്ട്. കാരണം അത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഡ്രസ്സ് ഓരോ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ക്രാഫ്റ്റ് 1 എല്ലാം ഓരോന്ന് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഹൈഡ് വേണം തോന്നട്ടാ. ഹൈഡ് അല്ല ഗൈസ്, ഫൈബർ വേണം തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫൈബർ ഒന്ന് കളക്ട് ആകട്ടെ. നമ്മൾ ഇട്ട ഡ്രസ്സ് മൊത്തത്തിലൊന്ന് നമുക്കിപ്പോൾ ലെവലപ്പും വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് തൽക്കാലം കുറച്ച് ഹൈഡ് കളക്ട് ചെയ്ത് കൊണ്ടുവരാം. ഹൈഡാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഫൈബർ കളക്ട് ചെയ്ത് കൊണ്ടുവരാം. ഫൈബർ ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ കളക്ട് ആകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യണം, കഴിക്കണം, നമ്മുടെ ഹെൽത്ത് ഫുള്ളാക്കണം. ഒരുപാട് പണികളുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ കുറച്ചധികം ഫൈബർ കളക്ട് ചെയ്തു.
ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ബാക്കി പണിയാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പണിതിട്ടുണ്ട് നോക്കട്ടെ കേട്ടാ. നമ്മളാകെ തലയിലിടുന്ന സാധനവും പിന്നെ കയ്യും മാത്രം പണിത്, പാൻറ്റ് പണിത്. ഇനി നമുക്ക് വേണ്ടത് മറ്റേ ഷർട്ടും പിന്നെ ഷൂസും വേണം. അപ്പോൾ ഷർട്ട് പണിതു, ഷൂസ് പണിതു. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പണിത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബേസ് വെക്കണം. ബേസ് എന്ന് വെച്ചാൽ സിമ്പിൾ ഒരു തട്ടിക്കൂട് വീട് വെക്കണം. അപ്പോൾ അതിന് നമ്മുടെ താച്ചിനെ മൊത്തം നമുക്ക് അൺലോക്ക് ആക്കണം. അപ്പോൾ താച്ച് ഫുൾ അൺലോക്ക് ആക്കട്ടെ. ഓക്കെ, നമ്മൾ താച്ചിനെ മൊത്തത്തിൽ നമ്മൾ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേസ് മൊത്തത്തിൽ പണിയാം. നമ്മുടെ താച്ച് വുഡ് ഫൈബർ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് റിസോഴ്സ് മൊത്തത്തിൽ കളക്ട് ആക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ റിസോഴ്സ് ഫുള്ള് കളക്ട് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഈ ഭാഗം മൊത്തത്തിൽ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സാധനങ്ങൾ പണിത് തുടങ്ങാം. അപ്പോൾ ഒരു 25 നമുക്ക് പണിയണം. അപ്പോൾ ഞാൻ 25 ഒന്ന് പണിയാൻ വെക്കട്ടെ. എന്നിട്ട് നമുക്ക് 5 വെച്ചിട്ട് ഞാൻ പണിയാൻ പോലി. ഓക്കെ ഗൈസ്, അങ്ങനെ അത് മൊത്തത്തിൽ പണിത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോർ ഫ്രെയിം പണിയണം. അപ്പോൾ ഡോർ ഫ്രെയിം കൊടുത്തു. പിന്നെ നമ്മുടെ ഡോർ പണിയണം, അതും കൊടുത്തിട്ടുണ്ട് ക്രാഫ്റ്റ് 1. പിന്നെ നമുക്ക് മൊത്തം നമ്മുടെ മതിൽ പണിയണം. ഒരു 51 മതിൽ വേണോ? പണിതേക്കാം, തൽക്കാലം ഇരിക്കട്ടെ അത്രയും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനത് മൊത്തത്തിൽ ഒന്ന് പണിതിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഓരോന്നെടുത്ത് വെക്കാം. ഓക്കെ, ഞാൻ എല്ലാം ഹോട്ട് ബാൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹോട്ട് ബാൾ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓക്കെ, ഞാൻ ഞാൻ TP പാക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഒരു 5 എണ്ണം ഇങ്ങനെ നേരെ വെക്കണം. 1 2 3 4. അയ്യോ, ഇവിടെ കല്ല് വെട്ടി കളയണോട്ടാ, അല്ലാണ്ട് ഇത് വെക്കാൻ പറ്റില്ല. ഓക്കെ, ഈ കല്ലൊന്ന് വേഗം വെട്ടി കളയട്ടെ. ഓക്കെ, നമ്മൾ ആ കല്ല് അങ്ങനെ വെട്ടി കളഞ്ഞിട്ടുണ്ട്. 5. ഓക്കെ, അതങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 എണ്ണം. അപ്പോൾ 1 2 3 4 5. ഓക്കെ ഗൈസ്, അങ്ങനെ മൊത്തത്തിൽ നമ്മളങ്ങനെ പണിതിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിൽ ഈ സാധനം മൊത്തം ഫില്ല് ചെയ്താൽ മതി. 25 എണ്ണം ആക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡോർ ഫ്രെയിം വെക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഡോറും വെക്കണം. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫുള്ള് പണി അങ്ങനെ തീരും. ഓക്കെ ഗൈസ്, അങ്ങനെ അത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോർ ഫ്രെയിം വെക്കണം. ഗൈസ്, നമുക്ക് ഇപ്രാവശ്യം തിരിച്ചു വെച്ചാലാ എങ്ങനെ ഉണ്ടാവും? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എപ്പോഴും വെക്കുന്ന പോലെയല്ല, നമുക്ക് തിരിച്ചു വെക്കാം മൊത്തത്തിൽ. പിന്നെ ഡോർ വെക്കണം, ഡോർ ഫ്രെയിം അത് നമുക്ക് തിരിച്ചു വെക്കാം. കണ്ടില്ലേ, മൊത്തം ഇങ്ങനെ തിരിച്ചു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടില്ലേ, ഇതിങ്ങനെ സെറ്റല്ലേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇങ്ങനെ വെക്കാം. ചുമ്മാ ഒരു വെറൈറ്റിക്ക് ഗൈസ്. അപ്പോൾ ഞാൻ ഇതേപോലെ മൊത്തത്തിലൊന്ന് വെച്ചിട്ട് വരാൻ കേട്ടോ. കുറച്ച് അത്യാവശ്യം ടൈം എടുക്കും, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഫുള്ള് ഞാൻ വെച്ചിട്ട് വരാം. നമ്മൾ പിന്നെ ഈ സാധനം പൊളിച്ച് കളയും. കുറേ നാൾ കഴിയുമ്പോഴേക്കും ഇത് പൊളിച്ചിട്ട് നമ്മൾ സ്റ്റോൺ വരുമ്പോൾ സ്റ്റോൺ ആക്കും, വുഡ് വരുമ്പോൾ വുഡ് ആക്കും, അങ്ങനെ നമ്മൾ ചെയ്യും. അപ്പോൾ ഗൈസ്, ഞാൻ ഈ സാധനം ഒന്ന് മൊത്തത്തിൽ വെച്ചിട്ട് വരാം. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഇപ്പോഴും ലൈക്ക് ചെയ്തല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഇത് മൊത്തം വെക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ അവസാനത്തെ ഒരു മതിലും കൂടെ നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ മതിൽ കുറേ ബാക്കിയൊന്നും കുഴപ്പമില്ല, നമുക്ക് പിന്നീട് ആവശ്യത്തിന് എടുക്കാം. നമുക്കല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് പൊക്കണമെങ്കിൽ നമുക്ക് ഇതെടുക്കാമല്ലോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലേ ഗൈസ്, മേൽക്കൂര. ഇത് വേണം, ഇത് ഒരു 25 എണ്ണം വേണം. അതിന് താച്ച് വേണം അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് താച്ച് ഇവിടെ ആരുമില്ലല്ലോ. ഓക്കെ, ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ വെക്കണം കേട്ടോ. നമുക്ക് സ്റ്റെപ്പ് അൺലോക്ക് ആക്കട്ടെ. ഞാൻ വുഡിൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്, അത് അൺലോക്ക് ആക്കട്ടെ. വുഡിൻ്റെ സ്റ്റെപ്പ് ഇവിടെ വുഡൻ സ്റ്റെയർ ഇത് അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇത് പണിയാൻ പറ്റൂപ്പാ. ഇത് പണിയാൻ പറ്റൂട്ടാ. അപ്പോൾ ക്രാഫ്റ്റ് 1, ബാക്കി ഇത് മൊത്തത്തിൽ ക്രാഫ്റ്റ് 2 പറ്റുള്ളൂ. ഓക്കെ ഗേസ്, അങ്ങനെ ബാക്കി മൊത്തത്തിൽ നമുക്ക് പണിയാം. ഓക്കെ ഗേസ്, അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് നോക്ക്, കറക്റ്റ് ഇവിടെ നിൽക്കുക. ഓക്കെ ഗേസ്, അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താച്ച് ഫുള്ള് കളക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ അതൊന്ന് കളക്ട് ആകട്ടെ ഗേസ്. കുറച്ച് ഇങ്ങനെ ടൈം എടുക്കും. കുറേ നേരം ഇങ്ങനെ കുത്തിയിട്ടേ ടൈം എടുക്കും. കുതിര. കുതിരേനെ അത് ഓടിച്ചിടുന്ന ആരാണ്ട് കേട്ടാ ഗൈസ്. ആരോ കുതിരേനെ ഓടിച്ചിടുന്നട്ടാടാ. ഇവനാണ് ആ കുതിരേനെ ഓടിച്ചിടുന്നതാ. ഈ ഡയലോഗ് സോത്ത് ഭയങ്കര സീനാണ് ഗൈസ്. ചെറുതാണെങ്കിലും കില്ലാടിയാണ് അവൻ. ഒരു പാക്കായിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കണം ഇതിനെ. നമുക്ക് വാദം അടക്കാം. നമ്മുടെ ബേസ് പൊട്ടിക്കാൻ പറ്റില്ല. നമ്മൾ സ്ട്രക്ചർ റെസിസ്റ്റൻസി മൊത്തം കുറച്ചെടുക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ ബേസ് പൊട്ടിക്കാൻ പറ്റില്ല. ഇത് പണിയാൻ പറ്റൂലേ? ഒരെണ്ണം തീർന്നപ്പോൾ അപ്പം അടുത്തത്. എന്തൊക്കെ അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഫൈബർ കളക്ട് ആക്കാം. ഒരെണ്ണം ഞാൻ കളക്ട് ചെയ്ത് വരുമ്പോഴേക്കും അടുത്തത് തീരും. ഇനിയിപ്പോൾ മിക്കാറും വുഡ് തീരും കേട്ടാ. വുഡ് തീരൂല. വുഡ് നമുക്ക് അധികം വേണ്ട, വുഡ് കുറച്ച് മതി. കുത്തി. ഗൈസ്, നമ്മൾ പെട്ടട്ടാ. ഈ സാധനം കുത്തിക്കാൻ സ്പീഡ് കുറയും. ഗൈസ്, ഞാനിങ്ങനെ സിക്സാക്കായിട്ട് ഓടുന്നുണ്ട്. കണ്ണിൽ ഇനി തുപ്പാണ്ടിരുന്നാൽ രക്ഷപ്പെട്ട. ഗൈസ്, നമ്മൾ വേഗം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ. ഗൈസ്, നമ്മൾ ബെഡ് വെക്കണം. ഞാൻ ഒരു ബെഡ് വെക്കട്ടെ ഇവിടെ. ബെഡ് ഇല്ലെങ്കിൽ ഭയങ്കര സീനാണ്. ബെഡ് അൺലോക്ക് ആക്കിയിട്ടില്ല. സൂപ്പർ. അപ്പോൾ നമുക്കൊരു 25 എണ്ണം ഈ സാധനം പണിയണം. അപ്പോൾ അത് വേഗം ഇത് പണിയട്ടെ. ഓക്കെ, ഞാൻ 25 എണ്ണം കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇടക്കിടക്ക് നിങ്ങൾ ഈ ഹെഡ്സെറ്റ് വെക്കുന്നവരാണെങ്കിൽ ഇടക്കിടക്ക് ലെഫ്റ്റിൽ മാത്രം അല്ലെങ്കിൽ റൈറ്റിൽ മാത്രം കേൾക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഞെക്കുമ്പോൾ ഓരോ സ്ഥലം മൈക്ക് അടയുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സാധനം പണിയാൻ വേണ്ടി ഞെക്കുമല്ലോ, അപ്പോൾ സൈഡിലെ മൈക്കുകൾ അടയും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അത് ചെറിയ ശോകമാണ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഹെഡ്സെറ്റ് വെക്കുന്നവർക്ക് അത് മനസ്സിലാവും. നല്ല രീതിക്ക് അത് കിട്ടും ഹെഡ്സെറ്റ് വെക്കുന്നവർക്ക്. ചില സമയത്ത് റൈറ്റിൽ കേൾക്കും, അല്ലെങ്കിൽ ചില സമയത്ത് ലെഫ്റ്റിൽ കേൾക്കും. അങ്ങനത്തെ ഒരു സീനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് മൊത്തം ഒന്ന് പണിതിട്ട് വരാം. അപ്പോൾ ഫുള്ളൊന്ന് പണിയട്ടെ. 18 ഉണ്ട് വെക്കം പണിയട്ടത്.
ഓക്കെ ഗേസ്, അങ്ങനെ നമ്മുടെ ആ സാധനം മൊത്തത്തിൽ നമ്മൾ പണിതിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് ഹോൾ ബാർ ഇട്ട് വെക്കാം. ഹോൾ ബാർ ഇട്ട് തന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. 27 വന്നല്ലേ, കുഴപ്പമില്ല. ഇതൊക്കെ എല്ലാം എടുത്തു വെക്കാം, പിന്നീട് ആവശ്യം വരും. അപ്പോൾ നമ്മുടെ മേൽക്കൂരയെ നമ്മളങ്ങനെ പണിത് തീർന്നു. മൊത്തം ഒന്ന് വെച്ചിട്ട് വരാട്ടാ. ഓക്കെ ഗേസ്, അങ്ങനെ നമ്മളിത് ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഓക്കെ ഞാൻ മൊത്തം അങ്ങനെ വെച്ചിട്ടുണ്ട്, ബാക്കിയാണല്ലേ. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളിലോ ആക്കാം. അപ്പോൾ ഇനി എന്തൊക്കെയാണല്ലോ വെയിറ്റ് നമുക്ക് കുറച്ച് ലെവലപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലെവലപ്പ് ഒന്ന് സെറ്റാക്കിയിട്ട് വരാട്ടാ, ലെവലൊന്ന് കൂട്ടട്ടെ. ഓക്കെ, നമ്മളങ്ങനെ ലെവൽ മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ പണിയാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ മോട്ടർ ബസ്സിലൊക്കെ നമുക്ക് പിന്നെ പണിയാം. അതിന് മുമ്പ് നമുക്ക് ഒരു ബെഡ് പണിയണം. അപ്പോൾ ബെഡ് പണിയാനായിട്ട് എന്തൊക്കെ വേണം? ഹൈഡാണ് വേണ്ടത്, അതാണ് കുറച്ച് ശോകം. ഇൻട്രാ ഭാഗ്യം ഗൈസ്. അപ്പോൾ നമുക്കൊരു ബെഡ് പണിതേക്കാം. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ബെഡ് പണിതിട്ടുണ്ട്. ഇനി നമുക്ക് അതെവിടെ ബെഡ് എന്തേ? ഓക്കെ, ബെഡ് നമ്മൾ പണിത് കഴിഞ്ഞു. നമുക്കിനി ഇതൊരു മൂലക്കിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ബെഡ് എന്തായാലും ഈ ഒരു മൂലക്ക് ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ആണ്, അത് കുറച്ച് അത്യാവശ്യമാണ്. നമ്മുടെ റിസോഴ്സ് എല്ലാം മാറ്റി വെക്കാൻ ഒരു സ്റ്റോറേജ് ബോക്സ് നമുക്ക് വേണം. അപ്പോൾ ഓക്കെ, ലാർജ് സ്റ്റോറേജ് ബോക്സ്. ഇത് എത്ര പണിയാൻ പറ്റും നോക്കട്ടെ കേട്ടാ. ഇത് പണിയാൻ നമുക്ക് ഫൈബർ വേണം. ഫൈബർ ഓക്കെ, നമുക്കപ്പോൾ പോയി ഫൈബർ കളക്ട് ചെയ്യാം. രാത്രി ആവറായിട്ടാ. ഓക്കെ, അങ്ങനെ ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബേസിനകത്തോട്ട് ബാക്കി ഐറ്റംസ് ഒക്കെ വെക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. സ്റ്റോറേജ് ബോക്സ് 6 പറ്റും. ഓക്കെ, ഞാൻ എന്തായാലും ഒരു 6 ഞാൻ ക്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. 6 എന്തായാലും പണിയട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ബോക്സിൻ്റെ പണിയും അങ്ങനെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോറേജ് ബോക്സ് നിരനിരയായിട്ട് ഇവിടെ വെക്കണം. ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണം. നമ്മൾ സ്റ്റോറേജ് ബോക്സ് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണം. 2 ഇത് മൊത്തം ഒന്ന് വെച്ചിട്ട് വരാൻ കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ അവസാനത്തെ സ്റ്റോറേജ് ബോക്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് റിസോഴ്സ് മൊത്തത്തിൽ മാറ്റാം. ഒരു സ്റ്റോറേജ് ബോക്സ് നമുക്ക് റിസോഴ്സ് മൊത്തത്തിൽ തരണം. അപ്പോൾ സ്റ്റോൺ ആദ്യം മൊത്തം മാറ്റട്ടെ. ഓക്കെ, നമ്മൾ സ്റ്റോൺ മാത്രം ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് വുഡ്. അപ്പോൾ വുഡ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് വുഡ് മാറ്റണം. ഇനി നമുക്ക് അടുത്ത ഏതുള്ളത്? അടുത്തത് ഫ്ലിൻ്റ് ആണുള്ളത്. അപ്പോൾ ഫ്ലിൻ്റ് മൊത്തത്തിൽ മാറ്റട്ടെ. ഇങ്ങനെ നമ്മൾ ഓരോന്ന് സെർച്ച് ചെയ്തിട്ട് ഓരോന്ന് ഇങ്ങനെ മാറ്റണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് മൊത്തം ഒന്ന് മാറ്റിയിട്ട് ഞാൻ വരാൻ കേട്ടോ. ഓക്കെ, അങ്ങനെ അത് മൊത്തം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ നാർക്കോബറിയൊക്കെ വേറെ സാധനത്തോട്ട് ഇട്ട് വെക്കണം. അത് നമുക്ക് ആവശ്യമുണ്ട്. നാർക്കോബറി മീറ്റും ഒരു സാധനത്തിൽ ഇട്ട് വെക്കാം. ബാക്കി നമ്മുടെ ഈ പണിത സാധനങ്ങളില്ല, അത് വേറെ ബോക്സിൽ ഇട്ട് വെക്കണം. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മറ്റേ ഫുഡില്ല, അത് പോയിട്ട് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ പോയിട്ട് ആ ഫുഡൊന്ന് എടുത്തുകൊണ്ട് വരട്ടെ. ഫുഡാണ് നമ്മളിവിടെ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചതാണ്. അത് മൊത്തത്തിൽ എടുത്തേക്കാന്നിട്ട് നമ്മുടെ ഈ ക്യാമ്പ് ഫയർ നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ചളയാം. ഓക്കെ, അങ്ങനെ ഫുഡ് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ക്യാമ്പ് ഫയർ നമുക്ക് ഇവിടെ നിന്ന് ഡിമോളിഷ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ എടുത്ത് വരാൻ കേട്ടോ. വെള്ളം നമുക്ക് നിറക്കട്ടെ, ഇതിനകത്ത് വെള്ളം നിറക്കണം. ഓക്കെ, നമ്മളങ്ങനെ വെള്ളം നിറച്ചു. ഓൾ സെറ്റ്. ഫുഡ് എടുത്ത് ഹോട്ട് ബാൾ ഇട്ട് വെക്കട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ്, അങ്ങനെ മൊത്തം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അമ്പുമ്പിലും ക്രാഫ്റ്റ് ആക്കണം. പിന്നെ നമ്മുടെ നാർക്കോട്ടിക്സ് ക്രാഫ്റ്റ് ആക്കണം. എന്നിട്ട് നമ്മൾക്ക് ഒരു പാരസോറ്, ഒരു ചെറിയൊരു പാരസോറ് നമുക്കിന്ന് പിടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഞാൻ വേഗം അത് പണിയട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമ്മൾ നാർക്കോട്ടിക്സ് പണിയണം. അതിന് നമ്മളൊരു മോട്ടർ ബസ്സിലാണ് പണിതിട്ടുണ്ട്. ഇത് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ റെക്കോർഡർ ഓഫ്, ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ റെക്കോർഡർ ഓഫ് ആയിരുന്നു. ഇത് കിട്ടിയെന്ന് അറിയാൻ പാടില്ല. ഇത് കിട്ടിയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നോക്കട്ടെ, കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ റെക്കോർഡർ ഓഫാണ്. ഞാൻ എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ അങ്ങ് കിട്ടിയെന്ന് ഒരു പിടുത്തമില്ല ഗൈസ്. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഒരു നമ്മുടെ മോട്ടർ ബസ് നമ്മളിവിടെ പണിതിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ നാർക്കോബർ ഇട്ട് കൊടുക്കണം. ഓക്കെ, നാർക്കോബറി മൊത്തം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ സ്പോൾമേറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, 5 നാർക്കോബറിയും 1 സ്പോൾമേറ്റുമാണ് നമ്മുടെ നാർക്കോട്ടിക്സ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ അത് മൊത്തം നമ്മൾ ക്രാഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളത് മൊത്തത്തിൽ ക്രാഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റോൺ ആരോ. ഓക്കെ, ഇത് ഈ സാധനം പടയണം. അപ്പോൾ ഇതിന് ഫൈബർ, ഫ്ലിൻറ്റ്, താച്ച്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫൈബറും ഫ്ലിൻറ്റും താച്ചും, ഫൈബർ ഉണ്ട്, ഫ്ലിൻറ്റ് ഉണ്ട്, താച്ചുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോൺ ആരം മൊത്തത്തിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു 100 ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ബോലെയും ഒരെണ്ണം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബോ വേണം. അപ്പോൾ അതിന് കുറച്ച് വുഡ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ബോയും നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫുള്ള് നമ്മൾ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബോ എടുത്ത് ഹോട്ട് ബാൾ ഇടാം. പിന്നെ നമ്മുടെ ട്രാങ്കാരസ് പണിയാം. അപ്പോൾ നമുക്ക് ട്രാങ്കാരസ് പണിയണമെങ്കിൽ ഒരു നാർക്കോട്ടിക്സും പിന്നെ ഒരു സ്റ്റോൺ ആരവും വേണം. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ട്രാങ്കാരസ് പണിയേണ്ടത്. അപ്പോൾ നമ്മുടെ ട്രാങ്കാരസും നമ്മൾ അതിനെ പണിതിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഫുള്ള് പരിപാടി തീർന്നിട്ടുണ്ട്. നമുക്കിനി രാവിലെ നമുക്ക് നമ്മുടെ പാരസോറിനെ പിടിക്കാൻ പോവാം ഗൈസ്. അപ്പോൾ ഇത്ര നേരമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കൊണ്ട് വർക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ വേഗം കിടന്നുറങ്ങിയിട്ട് രാവിലെ 8 വരാൻ കേട്ടോ. ഇതിനകത്ത് കിടന്നിന് ഉറങ്ങണം. അപ് ടു 3:30 അങ്ങനെയല്ലേ? ഓക്കെ, അപ് ടു 3:30 അല്ല സോറി 5:30. ഓക്കെ, നമ്മളങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കുറച്ച് അടിക്കാം. ഫുഡും വാട്ടറൊക്കെ കുറഞ്ഞു. അതെ ഗൈസ്, ഫുഡും വാട്ടറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ കുടിക്കാം. ലെറ്റ്സ് ഗോ. ഫുഡ് വാട്ടർ ഫുള്ളായില്ലേ? ഫുഡ് പയ്യെ ഫുള്ളാവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ പാരസോർ സാഡിൽ പണിതില്ല. അപ്പോൾ അത് പണിയട്ടെ. പാരസോർ സാഡിൽ പണിയാൻ എന്തൊക്കെ വേണം? നമ്മുടെ പാരസോർ സാഡിൽ പണിയാൻ ഹൈഡ് വേണം, പിന്നെ ഫൈബർ വേണം. അപ്പോൾ എവിടെ പാരസോർ സാഡിൽ ഇതിന് എന്തൊക്കെ വേണം? ഹൈഡ് വേണം കേട്ടോ.
അപ്പോൾ നമുക്ക് കുറച്ച് ഹൈഡ് ഹണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈഡ് കളക്ട് ആക്കാം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ചെറിയ ചെറിയ ഡൈനോസ് ഉണ്ടാവും. അയ്യോ ഇത് ഒന്നും കാണില്ല. നമ്മുടെ നേരത്തെ നമ്മൾ കളിക്കാൻ വന്ന നമ്മുടെ കുഞ്ഞു ഡൈനോ ഉണ്ടായിരുന്നല്ല, നമ്മുടെ ഡൈനോസോർസ്, അതിനെ തീർത്താൻ നമുക്ക് കുറച്ച് ഹൈഡ് കിട്ടും ഗൈസ്. അപ്പോൾ നമുക്കൊരു ഡോഡോനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തീർത്താൻ നമുക്ക് കുറച്ച് ഹൈഡ് കിട്ടും. അപ്പോൾ 65 ഹെൽത്ത് ഉണ്ട് കേട്ടാ. ഓക്കെ, ഒരു 10 ഹെൽത്തുള്ളൂ അതുകൂടെ തീർത്താൻ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഡോഡോനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവൻ്റെ നിന്ന് കുറച്ച് ഹൈഡ് കളക്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളങ്ങനെ ഹൈഡ് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മീറ്റ് കുക്ക് ചെയ്യാൻ വെക്കണം, അല്ലെങ്കിൽ സ്പോയിലാക്കാൻ വേണ്ടി വെക്കാം ബാക്കി മീറ്റ് മൊത്തത്തിൽ. അപ്പോൾ മീറ്റ് മൊത്തം നമുക്ക് ഇതിനകത്തല്ലേ മീറ്റ് ഇടുന്നത്? അല്ല, മീറ്റ് നമുക്ക് ഇപ്പുറത്തിലാണല്ലേ. ഓക്കെ, നമ്മുടെ മീറ്റ് മൊത്തത്തിൽ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാരസോർസ് ആടിൽ ലെറ്റ്സ് ഗോ. അപ്പോൾ ക്രാഫ്റ്റ് 1. ഓക്കെ, നമ്മുടെ പാരസോർസ് ആടിൽ നമ്മളങ്ങനെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി മൊത്തം എടുത്ത് മാറ്റാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി നമ്മൾ നമ്മുടെ പാരസോറിനെ കണ്ടുപിടിക്കുന്നു, അതിന് ടൈം ആക്കുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ എന്തായാലും നമ്മുടെ പാരസോറിനെ കണ്ടുപിടിച്ചിട്ട് ടൈം ആക്കിയിട്ട് വരാം. നോക്കി ഈ ഭാഗത്ത് എവിടെയൊക്കെ ഉണ്ടാവും. അപ്പോഴേക്ക് നമുക്ക് വെള്ളം കൂടി നിറച്ചിട്ട് പോവാട്ടാ. വെള്ളം കുറച്ച് ഇരിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ആ ദൂരെ നമ്മൾ പോണതല്ലേ. അപ്പോൾ വെള്ളം തീർന്നു വയ്ക്കാനാ ശോകമാണ്. അപ്പോൾ കേസ് ഞാൻ നമ്മുടെ പാരസോറെ കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. പാരസോർ ആ കുതിര പാരസോറിനെ എവിടെ നിന്ന് കണ്ടുപിടിക്കാവും ഗൈസ്. അപ്പോൾ നമുക്കൊരു പാരസോറിനെ കിട്ടി. ഇത് എത്ര ലെവൽ? ഇത് ലെവൽ 20. പിന്നെ അപ്പുറത്തൊരു പാരസോർ കൂടെ ഉണ്ട്. ഈ സ്ഥലം മനസ്സിലായി ഗൈസ്. നമ്മൾ ഫസ്റ്റ് ബേസ് വെച്ചത് ഇവിടെയാണ്. പക്ഷേ ഇവിടെ ഞാൻ തന്നെ പോലും എൻ്റെ പഴയ സ്ഥലത്ത് തന്നെ പോകും. എനിക്ക് നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് ഒരു ശോകം പരിപാടിയാണ്. ഇത് എത്ര ലെവൽ? ഇത് 140. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമുക്കൊരു 150 ലെവലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവനത്തെ നമുക്ക് പിടിച്ചേക്കാം. 150 കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ ബോളെടുത്ത് കറക്കി എറിഞ്ഞു. ഇനി നമുക്ക് തലക്ക് കൊടുക്കണം. അപ്പോൾ അത് വെക്കം വീഴും. ലെറ്റ്സ് ഗോ. 25 ഉണ്ടേ ഉള്ളൂ. ട്രാങ്കേഴ്സ് 25 ഉള്ളൂ. 25 എണ്ണത്തിൽ വീഴുമായിരിക്കും, അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും നോക്കാം നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വേഗം നോക്കാക്കട്ടെ ഈ സാധനത്തിനാ. 150 കിട്ടിയിട്ട് ആദ്യമായിട്ട് എനിക്ക് 150 കിട്ടല്. അതായത് നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ 150 കിട്ടൽ എനിക്ക് ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഓഫ്ലൈൻ പോയി പിടിക്കലാണ് എൻ്റെ പണി. എപ്പോഴും അങ്ങനെ തന്നെയാണ്. വീഡിയോയിൽ എടാ അത് ഓടിപ്പോന്നടാ, പോലെ ഇപ്പം തന്നെ വീഴും നീ. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മുടെ ചെറുക്കം വീണിട്ടുണ്ട് 140 ലെവൽ. ഹേ, അപ്പോൾ നമുക്ക് കുറച്ച് ബെറീസ് കളക്ട് ആക്കണം, എന്നിട്ട് നമുക്ക് ഇതിനെ ടൈം ആക്കാം. അപ്പോൾ ബെറീസ് ഇല്ലല്ലോ. ബെറീസ് നമുക്ക് ഇപ്പുറത്തെ കരയിൽ വന്ന് ഇവിടെ നിന്ന് പറക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് ബെറീസ് ഇല്ലേ ഗൈസ്? അപ്പോൾ ഞാൻ വേഗം ബെറീസ് പറക്കിയിട്ട് വരട്ടെ. നമുക്കങ്ങനെ ബെറീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മെജോബറി വേണം. അതാണ് 9 മെജോബറി കിട്ടി. മെജോബറി കിട്ടിക്കാൻ അത്ര നല്ലത്. മെജോബറി പെട്ടെന്ന് ടൈമാക്കാൻ പറ്റും. അതിൽ നല്ലതാണ് ക്രോപ്സ് ഇതിൽ സ്പില്ല് ടൈമാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഒരു ക്രോപ്സ് ഇല്ലാത്തതുകൊണ്ട് മെജോബറി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പാരസോർ എടുത്ത് പോട്ടെ. 150 കിട്ടി. എനിക്ക് എല്ലാ ടൈമാക്കുമ്പോൾ ഇങ്ങനെ ഹൈ ലെവൽ കിട്ടിക്കാനാ നല്ല അല്ലേ. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മളുടെ പാരസോർ 140 ലെവൽ പാരസോർ നമ്മുടെ കണ്ടില്ലേ 25 വെച്ച് കയറി. പെട്ടെന്ന് കയറിക്കോളത്, നോ പ്രോബ്ലം. ഓക്കെ, നമ്മുടെ 140 ലെവൽ പാരസോർ അങ്ങനെ ഇപ്പോൾ ടൈം ആവും. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മുടെ പാരസോർ അങ്ങനെ ടൈം ആയിട്ടുണ്ട്. നമുക്കിനി സാഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാഡിൽ ലെറ്റ്സ് ഗോ. സാഡിൽ ഇട്ട് കൊടുത്തു എക്യുപ്പ്. അങ്ങനെ നമ്മുടെ പാരസോറ നമ്മൾ ടൈം ആക്കി. ഇനിയിപ്പോൾ ഇവനെ കൊണ്ട് നമ്മൾ നേരെ നമ്മുടെ ബേസിലോട്ട് പോകും. അതാണ് നമ്മുടെ പരിപാടി. നമ്മുടെ ഈ പാരസോർ നല്ല രീതിക്ക് ബെറീസൊക്കെ കളക്ട് ആക്കും. സൂപ്പറാണ് ആള്. ഇതാ വേറെ പാരസോർ നേരത്തെ കണ്ടതല്ലേ ഇത് നേരത്തെ കണ്ടാൽ തോന്നട്ടാ. ഇത് മറ്റേ സാധനമല്ലേ, നിമീസ് എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും ഈ സാധനം ഞെക്കുമ്പോൾ. അങ്ങനെ എന്താണ് ഇതെന്താ? ഇത് വേറെന്തോ. ഇത് അലർന്ന. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് ബെറീസൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് നേരെ നമ്മുടെ ബേസിൽ പോവാം. ഇനിയിപ്പോൾ നമുക്ക് ബേസിലോട്ട് പോകണം. ബേസ് ഭയങ്കര ദൂരെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്തണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയർ അങ്ങനത്തെ പരിപാടി സംഗതി ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.